ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് പോളിനോമിയൽ എന്ന ചാപ്റ്ററിൽ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓർഡറിൽ കിട്ടും. അതുപോലെ MCQ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആൻസറിലേക്ക് എത്താനെങ്കിൽ നമ്മളത് നല്ലപോലെ ചെയ്ത് പഠിക്കണം. അതിലാണ് നമുക്ക് സാധാരണ മാർക്ക് പോവുക. അതുകൊണ്ട് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് x² + x + 1. ദെൻ 1/α + 1/β എന്താണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ആൽഫ ആൻഡ് ബീറ്റ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആയിരുന്നു. ഇതിൽ നമുക്ക് സീറോസ് എന്താണെന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 1/α + 1/β ഫാക്ടറൈസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ച് ടൈം പോകും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുക്കുക. ഇതിന് LCM എടുക്കുക. ആൽഫ ബീറ്റ LCM വന്നു. ഇവിടെ ബീറ്റ പ്ലസ് ആൽഫ. നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് സീറോസ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഇവിടെ സം ഓഫ് സീറോസ് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സം ഓഫ് സീറോസ് എന്താണ്, -b/a ആണ്. -b/a. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a എന്നാണ് വരിക. ഇവിടെ നമുക്ക് -1 ആണ് വരിക. ആൽഫ ബീറ്റ c/a ആണ്. c/a എന്ന് പറയുമ്പോഴും 1 ആണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോകാം. -1/1 എന്ന് പറയുന്നത് -1 കിട്ടും. പെട്ടെന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ അതേ ടൈപ്പ് തന്നെയാണ്. ഈ ആൽഫ ആൻഡ് ബീറ്റ സീറോസ് ഓഫ് ദ പോളിനോമിയൽ 4x² + 3x + 7 ദെൻ 1/α + 1/β. അപ്പോൾ നമുക്ക് ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ ആണ് 1/α + 1/β എന്നുള്ളത് കിട്ടുക. അപ്പോൾ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ, അതായത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് സം ഓഫ് സീറോസ് -b/a ആണ്. -b/a എന്ന് പറയുമ്പോൾ -3/4. ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a. c/a എന്ന് പറയുമ്പോൾ 7/4 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -3/4 ഡിവൈഡ് ബൈ 7/4. ഇതിൽ നമുക്ക് 4ഉം 4ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ -3/7 ഡി ആണ് ആൻസർ. -3/7. ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത് തിരിച്ചെഴുതുക സാധാരണ നമ്മൾ ചെയ്യുക. -3/4 ഇൻറ്റു 4/7 ആണ്. റെസിപ്രോക്കൽ എഴുതുമ്പോൾ ഇത് 4 ക്യാൻസൽ ആവും. അങ്ങനെ എഴുതേണ്ട കാര്യമില്ല, ഇവിടുന്ന് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ -3/7 എന്ന് കിട്ടും. അപ്പോൾ അടുത്തത് ഈ 1/0 ഓഫ് ദ പോളിനോമിയൽ. ഇവിടെ നമ്മുടെ പോളിനോമിയൽ k² + 4x² + 13x + 4k ഈസ് റെസിപ്രോക്കൽ ഓഫ് ദ അതർ. അതായത് ഒരു നമുക്ക് ആൽഫ ആൻഡ് ബീറ്റ ആണ് സീറോസ്. അപ്പോൾ ഒരു സീറോ എന്ന് പറയുന്നത് വേറൊന്നിന്റെ റെസിപ്രോക്കൽ. അതായത് ഒന്ന് ആൽഫ ആണെങ്കിൽ മറ്റൊന്ന് നമുക്ക് ബീറ്റനെ എന്ത് പറയുക, 1/α. ഇങ്ങനെയാണ് നമ്മുടെ സീറോസ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കെയുടെ വാല്യൂ കാണാനാണ് പറയുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ ഇതിൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് നമുക്ക് കെ കണ്ടുപിടിക്കുക ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് നോക്കാം. ഇവിടെ സീറോസ് എന്ന് പറയുന്നത് ഒരു സീറോ ആൽഫ ആണെങ്കിൽ മറ്റൊരു സീറോ എന്ന് പറയുന്നത് 1/α ആയിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു 1/α. അതായത് ആൽഫ ബീറ്റ എന്ന് എഴുതുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ആൽഫ ഇൻറ്റു 1/α. അതെന്താണ്, c/a ആണ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് c/a ആണ്. ഇവിടെ c എന്ന് പറയുന്നത് 4k ആണ്. ഡിവൈഡ് ബൈ a എന്ന് പറയുന്നത് k² + 4. ആ x²ന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത് മുഴുവനായിട്ട് എഴുതണം. അപ്പോൾ 4k/k² + 4. ഇവിടെ നമുക്ക് ആൽഫയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 4k/k² + 4 = 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4k = k² + 4. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി, k² - 4k + 4 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ ഇപ്പം k-2 നമുക്ക് ഇത് ഫോർമുല കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. k-2² ആണത്. ഇല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യുക. k-2² എന്ന് പറഞ്ഞാലും k² - 4k + 4 തന്നെയാണ് വരിക. ഇല്ലെങ്കിൽ -2k എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയാലും കിട്ടും. അതായത് k² - 2k - 2k + 4 = 0. അപ്പോൾ k-2 -2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. k-2 = 0. അപ്പോൾ k-2 × k-2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഏത് മെത്തേഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ k-2² = 0, k = 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ 2.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ, ഒരു പോളിനോമിയലിന്റെ സം ഓഫ് സീറോസ് നമുക്ക് തന്നിട്ടുണ്ട് 6 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോളിനോമിയലിന്റെ സം ഓഫ് സീറോസ്. ഇവിടെ ഇതൊരു ക്യൂബിക് പോളിനോമിയൽ ആണ്. ക്യൂബിക് പോളിനോമിയലിലെ സം ഓഫ് സീറോസ് എന്താണ്? മൈനസ് ബി ബൈ എ ആണ്. സം ഓഫ് സീറോസ് മൈനസ് ബി ബൈ എ ആവുമ്പോൾ അവിടെ സം ഓഫ് സീറോസ് ഈക്വൽ ടു 6 ആണ്. അതായത് മൈനസ് ബി ബൈ എ ഈക്വൽ ടു 6. അപ്പോൾ മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരിക? നമുക്ക് മൈനസ് ഓഫ് -3k ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു, അത് നമുക്ക് തന്നിട്ടുണ്ട് 6 എന്ന് തന്നിട്ടുണ്ട്. അതായത് സം ഓഫ് സീറോസ് 6 എന്ന് തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സം ഓഫ് സീറോസ് നമ്മൾ ക്യൂബിക് പോളിനോമിയലിൽ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ വാല്യൂ നമുക്ക് തന്നതുകൊണ്ട് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് കണ്ടുപിടിക്കുക കെ. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് -3k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക 12. കെ ഈക്വൽ ടു 12/3 4. അപ്പോൾ ആൻസർ 4 ആണ്. അതുപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സം ഓഫ് സീറോസ് 0 എന്ന് തന്നിട്ടുണ്ട്. 1 0 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് പോളിനോമിയലാണ് വരിക എന്നുള്ളത്. അതായത് ഒരു സീറോ, രണ്ട് സീറോസിൻ്റെ സമ്മ് 0 ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ 1 0 ഇവിടെ 3 ആണ്. അപ്പോൾ 3യും -3യും കൂടി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സം ഓഫ് സീറോസ് 0 എന്ന് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് x² - 9 ആണ്. ഇത് x² + 9 എന്ന് പറയുമ്പോൾ അവിടെ 2 സീറോസും നെഗറ്റീവാണ് വരിക. അപ്പോൾ 2 സീറോസും നെഗറ്റീവ് ആകുമ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടൂല. ഇവിടെയാണെങ്കിൽ അതേപോലെ ഇവിടെ 3 ആണുള്ളത്. അപ്പോൾ എന്തായാലും √3യും ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 0 കിട്ടില്ല. സം ഓഫ് സീറോസ് നമ്മുടെ കണ്ടീഷൻ സം ഓഫ് സീറോസ് 0 ആണ്. ഒരു 0 3യും. അപ്പോൾ അതിൽ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് വരിക. x² - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x² - 3² ആണ്. x + 3 × x - 3 ആണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ അത് ഇവിടെ സീറോസ് വരുന്നത് നമുക്ക് 3യും -3യും. അപ്പോൾ സം ഓഫ് സീറോസ് 0 ആവും. ഒരു 0 3 ആയിരിക്കും, മറ്റൊരു 0 എന്ന് പറയുന്നത് -3 ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ if alpha and beta are zeros of the polynomial p of x equal to ax² + bx + c, then 1/α² + 1/β² ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതൊരു കുറച്ച് സ്റ്റെപ്പ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ. 1/α² + 1/β² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? LCM α² β² LCM ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. β² + α² എന്ന് കിട്ടും. ഇനി ഈ α² + β² എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ നമ്മൾ സീറോസ് കണ്ടുപിടിച്ച് ഫാക്ടറൈസ് ചെയ്ത് സീറോസ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ സീറോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ α + β അങ്ങനെ കിട്ടുകയാണെങ്കിലാണ് നമുക്ക് എളുപ്പം. അപ്പോൾ α² + β² എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? α + β² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ α² + β² + 2α β ആണ്. അതായത് a + b² a² + 2ab + b². അത് നമുക്ക് α + β² ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് അത് അടുത്തെഴുതി. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെന്താവും? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതായത് α² + β² എന്ന് പറയുന്നത് α + β² - 2α β. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. α + β എന്ന് പറയുന്നത് -b/a, α β എന്ന് പറയുന്നത് c/a. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/α² + 1/β² ഈക്വൽ ടു α + β² - 2α β ഡിവൈഡ് ബൈ α β² എന്ന് എഴുതി. അതിനെ ഇനി ഇവിടെ ഇതിനെ നമ്മൾ മാറ്റി എഴുതുന്നു. അതായത് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. α + β എന്ന് പറയുന്നത് എന്താണ്? -b/a -b/a² - 2 അവിടെ c/a α β എന്ന് പറയുന്നത് c/a ഡിവൈഡ് ബൈ ഇവിടെ c/a² വന്നു. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ b²/a² - 2c ഡിവൈഡ് ബൈ a ഡിവൈഡ് ബൈ c²/a². ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? LCM എടുക്കുക. ഇവിടെ ഒരു a ഉള്ളൂ, ഇവിടെ a² ആണുള്ളത്. അപ്പോൾ LCM എടുക്കുമ്പോൾ അതെന്തായിട്ട് കിട്ടും നമുക്ക്? അതായത്
LCM എന്ന് പറയുന്നത് a സ്ക്വയർ LCM ആവുമ്പോൾ b² മൈനസ് 2ac. ഇവിടെ ഒരു a ഇല്ല, അപ്പം മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2ac ഡിവൈഡ് ബൈ c²/a². ഇതിനെ നമ്മൾ തിരിച്ചെഴുതും. റെസിപ്രോക്കൽ എഴുതുമ്പോൾ a² മേലെ വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ b² മൈനസ് 2ac ഡിവൈഡ് ബൈ c². ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒന്നുമില്ലെങ്കിൽ ഇതിന് ഇങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കലായിട്ട് എഴുതുക a²/c². എന്നിട്ട് a² ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ ഓർമ്മിക്കേണ്ടത് α² പ്ലസ് β² എന്ന് പറയുന്നത് α പ്ലസ് β ഹോൾ സ്ക്വയർ മൈനസ് 2α β എന്നുള്ളത് ഓർമ്മിക്കുക. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും ആ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എടുത്തെഴുതി അതിനെ ഷോർട്ടാക്കി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഷുഡ് ബി ആഡഡ് ടു ദ പോളിനോമിയൽ. ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് സോ ദാറ്റ് 3 ഈസ് ദ സീറോ ഓഫ് ദ റിസൾട്ടിങ് പോളിനോമിയൽ. ആ ഒരു പോളിനോമിയലിൽ 3 സീറോ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളിവിടെ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ 3 ഈസ് ദ സീറോ ഓഫ് ദ റിസൾട്ടിങ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, x-3 ഈസ് എ ഫാക്ടർ. ആ ഒരു പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും എന്ത്, x-3. നമുക്കറിയാം അതിൻ്റെ സീറോ x=3 എന്ന് പറയുന്നത് അതിൻ്റെ സീറോ ആണെങ്കിൽ അതിൽ നമുക്ക് x-3 അതിൻ്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 3 ഒരു ഫാക്ടർ ആവുക, ആ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആവുക എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മളിവിടെ എടുക്കും, നമുക്ക് ഏത് നമ്പറാണെന്ന് അറിയില്ല. ലെറ്റ് k ബി ആഡഡ് ടു ഈ പോളിനോമിയലിൽ k ആഡ് ചെയ്യുക. ലെറ്റ് k ബി ആഡഡ് ടു പോളിനോമിയൽ, അതായത് k ബി ആഡഡ് ടു x² മൈനസ് 5x പ്ലസ് 4 ടു മേക്ക് ഇറ്റ് ഡിവിസിബിൾ ബൈ 3. മേക്ക് ഇറ്റ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ നമ്മൾ k ആണെന്ന് എടുത്തോളാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പോളിനോമിയലിനെ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. x² മൈനസ് 5x പ്ലസ് 4 അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു, k ആഡ് ചെയ്തു. x-3 ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, റിമൈൻഡർ 0 കിട്ടണം. അതിൽ നിന്ന് നമുക്ക് kയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ x² അപ്പോൾ x² മൈനസ് 3x. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 2x പ്ലസ് 4 പ്ലസ് k എന്ന് കിട്ടി. ഇനി മൈനസ് 2x കിട്ടണമെങ്കിൽ നമ്മളിവിടെ മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് 2x പ്ലസ് 6 ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 2 പ്ലസ് k ആണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ ഒരു നമ്പർ നമ്മൾ അതിൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്താണ് കിട്ടേണ്ടത്, 0 ആണ് കിട്ടേണ്ടത്. ഇവിടെ റിമൈൻഡർ റിമൈൻഡർ മൈനസ് 2 പ്ലസ് k മസ്റ്റ് ബി 0. അത് 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ 0 ആണെങ്കിൽ നമ്മൾ എന്ത് നമ്പറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് കിട്ടും. മൈനസ് 2 പ്ലസ് k ഈക്വൽ ടു നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ k ഈക്വൽ ടു 2 അവിടെ. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ വാട്ട് ഷുഡ് ബി നമുക്കിപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഏത് നമ്പറാണ് നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് ഇവിടെ ഈ ഒരു പോളിനോമിയലിൽ 3 0 കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, 2 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 ആയി. അതിൻ്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നമുക്ക് 3 കിട്ടുന്നുണ്ട്. 4 എടുത്തു കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല, 8 ആണ് ഇവിടെ വരിക. അപ്പോൾ പ്രോഡക്റ്റ് 8 ആവുമ്പോൾ നമുക്ക് കിട്ടില്ല. 5 എടുത്തു കഴിഞ്ഞാലും കിട്ടില്ല, 1 എടുത്താലും കിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് ഇതാണ്. x-3 അപ്പോൾ ഏത് നമ്പറാണോ നമുക്ക് 0 എന്ന് തന്നിട്ടുള്ളത് ആ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും അതിൻ്റെ ഫാക്ടർ ആയിട്ട് വരും. x-3 ഫാക്ടർ ആണെന്ന്. ഫാക്ടർ ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 0 നമുക്ക് കിട്ടില്ല, കാരണം ഏത് നമ്പറാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ ഇതിൽ നിന്ന് തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടി. 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ k എന്നുള്ള പ്ലേസിൽ 2 ആണ് വരുന്നതെങ്കിൽ എന്തായാലും 0 ആയി. അപ്പോൾ 2 ആണ് ആഡ് ചെയ്യേണ്ട നമ്പർ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ടു ദ പോളിനോമിയൽ x² മൈനസ് 16x പ്ലസ് 30 സോ ദാറ്റ് 15 ഈസ് ദ 0 ഓഫ് ദ റിസൾട്ടിങ് പോളിനോമിയൽ. ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. നമുക്ക് 15 0 ഓഫ് ദ റിസൾട്ടിങ് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ x - 15 അതിനൊരു ഫാക്ടറായിട്ട് കിട്ടണം.
ഒന്നുമില്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ -k അവിടെ കൊടുത്തിട്ട് നമ്മൾ സബ്ട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ നേരത്തെ +k എന്ന് കൊടുത്തു, ഇവിടെയാണെങ്കിൽ -k എന്ന് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാം. ഇവിടെ ഇപ്പം നമ്മൾ 30 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 30 - 30 0 ആയി പോകും. അപ്പോൾ ആ ഒരു ഫാക്ടർ അവിടെ ഉണ്ടാവില്ല. x² - 16x ആണ് വരിക. അപ്പോൾ അതെന്തായാലും അതിൻ്റെ ആൻസർ ആയിട്ട് വരില്ല. പിന്നെ 14 ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആൻസർ കിട്ടില്ല. അതേസമയം 30ൽ നിന്ന് 15 ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നതെങ്കിൽ അവിടെ 15 തന്നെ വരും. അപ്പോൾ 15 എന്നുള്ളത് ഇവിടെ പ്രോഡക്റ്റ് 15ഉം സമം -16 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് 15 എന്നുള്ളത് ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് പറയാനും കഴിയും. ഇപ്പോൾ 15 ആണ് അതിൻ്റെ ആൻസർ. 16 ചെയ്താലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ 15 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മുടെ പോളിനോമിയൽ എങ്ങനെയായി മാറും? +15 ആയി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആവും -x -15 വരും. അപ്പോൾ അവിടെ 15 എന്നുള്ളത് ഒരു ഫാക്ടറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 15. ഒന്നുമില്ല, അങ്ങനെ ചെയ്ത് നോക്കുക. എല്ലാ സ്റ്റെപ്പ് നമുക്ക് ഇതിന് ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.